ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം പീതാംബരങ്കരവിരാജിതശങ്കചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഹരി ഓം. ശ്രീമന്നാരായണീയം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ 41-ാമത്തെ ക്ലാസ്സായിരുന്നു. ഇന്ന് നമുക്ക് 42-ാം ദിവസത്തെ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 6 ശ്ലോകങ്ങൾ വരെ പഠിച്ചു നിർത്തിയിരുന്നു. 6-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ജയവിജയന്മാർ ഭഗവാനെ സനകാദികൾ ചെന്നപ്പോൾ സനകാദികളെ ഉള്ളിലേക്ക് വിട്ടില്ല, ജയവിജയന്മാർ തടഞ്ഞുവെന്നും അപ്പം അവരോട് ഭഗവാൻ വന്ന് ക്ഷമ ചോദിച്ചു. നല്ല മധുരമുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് ഭഗവാൻ സനകാദികളെ സന്തോഷിപ്പിച്ചു. അപ്പോൾ സനകാദികളും അതുപോലെ തന്നെ ഭഗവാനെയും സന്തോഷിപ്പിച്ചു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ ചോദിച്ചു. ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, എനിക്കെൻ്റെ ഭൃത്യന്മാരെ തടയാൻ പറ്റിയില്ല. അപ്പോൾ സനകാദികൾ പറഞ്ഞു, ഓ അങ്ങനെയല്ല, ഞങ്ങളാണ് തെറ്റ് ചെയ്തത്, ഞങ്ങളാണ് അവരെ ശപിച്ചത്. ഞങ്ങൾ അങ്ങനെ അങ്ങയുടെ ഭൃത്യന്മാരെ ഞങ്ങൾ ദ്വാരപാലകന്മാരായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ശപിക്കാൻ പാടില്ലായിരുന്നു, ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമയൊക്കെ ചോദിച്ച് പോന്നു. എന്നിട്ട് അതിൻ്റെ ബാക്കിയാണ് നമുക്കിന്ന് കാണാനുള്ളത്. ഒരു പ്രാവശ്യം ഞാൻ ആ ശ്ലോകം 4 ശ്ലോകം ഇന്ന് ഒന്നിച്ചെടുക്കണം. കാരണം 7, 8, 9, 10 4 ശ്ലോകങ്ങൾ ഒന്നിച്ച് ഇന്ന് ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യം വായിക്കാം. ത്വദീയ അഥ ശ്രീമൻ നാരായണീയെ 11-ാം അധ്യായത്തിൽ 7-ാമത്തെ ശ്ലോകം മുതൽ 7, 8, 9, 10 11-ാം അധ്യായം, ദശകം 11, ഹിരണ്യകശിപുവിൻ്റെയും ഹിരണ്യാക്ഷൻ്റെയും ജനനം എന്ന അധ്യായത്തിൽ 7, 8, 9, 10 ശ്ലോകങ്ങൾ ഇന്ന് വായിക്കാം. ത്വദീയ ഭൃത്യാവത കാശ്യപാത്തൗ സുരാരിവീരാവുദിതൗ ദിദൗ ദൗ സന്ധ്യാസമുത്പാദന കഷ്ടചേഷ്ടൗ യമൗ ച ലോകസ്യ യമാവിവാന്യൗ ഹിരണ്യപൂർവ കശുപുക്കിലൈകഃ പരോ ഹിരണ്യാക്ഷ ഇതി പ്രതീതഃ ഉഭൗ ഭവന്നാഥമശേഷലോകം രുഷാ നിരുന്ധാം നിജവാസനാന്ധൗ തയോർഹിരണ്യാക്ഷമഹാസുരേന്ദ്രോ രണായ ധാവന്നനവാപ്തവൈരീ ഭവത്പ്രിയാഷ്മാം സലിലേ നിമജ്യ ചചാരഗർവാദ്വിനദൻ ഗദാവാൻ തതോ ജലേശാത് സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമ ഗവേഷയം സ്വാം ഭക്തൈകദൃശ്യ സകൃപാനിധേ ത്വം നിരുന്ധിരോഗാൻ മരുദാലയേശ നിരുന്ധിരോഗാൻ മരുദാലയേശ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഇതാണ് 4 ശ്ലോകങ്ങൾ. ആദ്യത്തെ ശ്ലോകം എടുത്ത് വായിച്ചിട്ട് ആദ്യത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. ത്വദീയ ഭൃത്യൗ അഥ കാശ്യപാദ തൗ സുരാരി വീരാവുദിതൗ വീരൗ ഉദിതൗ ദിതൗ ദ്വൗ. ഔ വരുന്നത് ദ്വിവചനം കാണിക്കാനാണ്, 2 പേരാണ്. അതുകൊണ്ട് സന്ധ്യാ സമുത്പാദന കഷ്ടചേഷ്ടൗ യമൗ ച ലോകസ്യ യമാ ഇവ അന്യൗ യമാ ഇവ അന്യൗ.
അന്യവും. അപ്പോൾ ഈ യമാവിവാന്യവും എന്നാവും. ഔ പ്ലസ് ആ വരുമ്പോൾ അത് വായായി മാറുന്നു. അതുകൊണ്ട് അവിടെ ആ 2 വാ വന്നത്. അടുത്ത ശ്ലോകം. ഹിരണ്യ പൂർവഹ കശിപുഹു കില ഏകഹ പരോ പരഹ ഹിരണ്യാക്ഷ ഇതി പ്രതീതഃ ഉഭൗ ഭവന്നാഥം അശേഷലോകം രുഷ ഞരുന്ധാം നിജവാസന അന്ധൗ തയോः ഹിരണ്യാക്ഷ മഹാസുരേന്ദ്രോ രണായ ധാവന് അനവാപ്ത വൈരി ഭവത്പ്രിയാം ക്ഷ്മാം സലിലേ നിമജ്യ ചചാര ഗർവാദ് വിനദൻ ഗതാവാൻ തതഃ ജലേശാത് സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമ ഗവേഷയൻ സ്ത്വാം ഭക്ത ഏകദൃശ്യ സാ കൃപാനിധി ത്വം നിരുന്തിരോഗാൻ മരുതാലയോ യശ. ആദ്യത്തെ ശ്ലോകത്തിൽ തുദീയ ഭൃത്യൗ അങ്ങയുടെ ഭൃത്യൗ 2 ഭൃത്യന്മാർ അഥ അനന്തരം കശ്യപ പ്രജാപതിയിൽ നിന്ന് എന്നർത്ഥം. കശ്യപ പ്രജാപതിയിൽ നിന്ന്, അതാണ് കാശ്യപാദ്. തൗ എന്ന് പറഞ്ഞാൽ 2 പേര്. അവർ എന്ന അർത്ഥമാണ് തൗന്. അവരെന്ന് പറഞ്ഞാൽ 2 പേര്. ആരാണ്? ആദ്യം പറഞ്ഞ 2 പേര് ജയവിജയന്മാർ. അതാണ് ആ തൗ എന്ന് പറഞ്ഞാൽ. ആ ജയവിജയന്മാർ സുരന്മാർ ദേവന്മാർ, അരി ശത്രു, വീരന്മാരായ ഉദിച്ചു അല്ലെങ്കിൽ ജനിച്ചു. അപ്പം ദേവന്മാരുടെ ശത്രുക്കളായ വീരന്മാരായ സുരന്മാരുടെ അരികളായി. അതായത് വീരന്മാരായ അസുരന്മാർ 2 പേരും ദിതൗ കാശ്യപ പ്രജാപതിയുടെ ഭാര്യയുടെ പേരാണ് ദിതി. ആ ദിതി ദേവിയിൽ നിന്ന് ജനിച്ചവരാണ് അവർ. ദിതി ദേവിയിൽ നിന്ന് ജനിച്ചു എന്നാണ് പറഞ്ഞത്. ദിതിയിൽ നിന്ന് അല്ലെങ്കിൽ ദിതിയിൽ കശ്യപ പ്രജാപതിക്കും ദിതി ദേവിക്കും 2 മക്കൾ ജനിച്ചു. ആര്? ജയവിജയന്മാരുടെ പുനർജന്മം. ആദ്യം അവരെന്തായിട്ടായിരുന്നു ജനിച്ചത്? ആദ്യം ജയവിജയന്മാർ ഈ അസുരജന്മത്തിൽ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവായിട്ട് ജനിക്കും. ഇനി അത് വരുന്നതേ ഉള്ളൂ. നമ്മളിപ്പം ജനിച്ചു എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ ശ്ലോകത്തിൽ ദിതിക്കും കശ്യപ പ്രജാപതിക്കും മക്കളായി ഇവർ 2 പേരും ജനിച്ചു എന്ന്. എങ്ങനെയാണ് ജനിച്ചത്, എന്താണ് എന്നുള്ളതാണ്, എന്തുകൊണ്ടാണ് അവർ അസുരന്മാരായി തീർന്നതെന്നാണെങ്കിൽ ഭാഗവതത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ തോന്നുന്നു വിശദീകരിച്ച് പറയുന്നുണ്ട്. സന്ധ്യാസമുൽപാദന കഷ്ടചേഷ്ടവും. ഇവിടെ സന്ധ്യാസമുൽപാദന എന്ന ഒറ്റ വാക്കുകൊണ്ട് ഒരു വലിയ കഥ പറഞ്ഞു മേൽപ്പത്തൂർജി. ആ കഥ എന്താണ്? കശ്യപ പ്രജാപതി സന്ധ്യാവന്ദനം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സന്ധ്യാസമയത്ത് സന്ധ്യാവന്ദനവും ഇതൊക്കെ ചെയ്യും അല്ലേ, ഗോത്രപൂജയൊക്കെ എല്ലാം ഉണ്ടാവും ഈ സന്ധ്യാസമയം പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നാമജപം, ഗായത്രി ജപം, ഇതൊക്കെ സന്ധ്യാവന്ദനമൊക്കെ ചെയ്യേണ്ട സമയം. ആ സമയത്ത് ഈ ദിതി ദേവി ചെന്നിട്ട് ഭഗവാനെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞാലോ ഭാഗവതത്തിൽ എടുത്തു പറയുന്നുണ്ട്. വസ്ത്രത്തിൽ പിടിച്ചു വലിച്ച് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ദിതി ദേവിക്ക് അന്നേരം തന്നെ അവർക്ക് കാമം ഉണ്ടായിട്ട് മൂത്ത് എന്താ ഇതിന് പറയുക, കാമപീഡയുണ്ടായി.
ഭഗവാനോട് ഇപ്പം തന്നെ മഹർഷിയോട് പറഞ്ഞു എനിക്കിപ്പം തന്നെ അങ്ങേ ചേരണം, അപ്പോൾ ഇപ്പം വേണം. അപ്പോൾ പറയുന്നുണ്ട് കശ്യപ പ്രജാപതി കുറച്ച് കഴിയട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ വരാം, എൻ്റെ ഇത് കഴിഞ്ഞോട്ടെ എന്നിട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒന്നും കേൾക്കുന്നില്ല ദിതിദേവിക്ക് ഇപ്പം തന്നെ വേണം. അപ്പോൾ എന്ത് ചെയ്തു, നിർബന്ധിച്ച് വലിച്ചഴിച്ച് കൊണ്ടുപോയി സന്ധ്യാസമയത്ത് അവർ ഇണചേർന്നു. അപ്പം ആ സന്ധ്യാസമയത്ത് ഉണ്ടായതാണ് ഈ 2 മക്കൾ. അപ്പോൾ പറഞ്ഞു, കശ്യപ പ്രജാപതി പറഞ്ഞു, നീ ചെയ്യുന്നത് നല്ലതല്ല, അതുകൊണ്ട് നല്ല ഇതുണ്ടാവില്ല. അപ്പം നിൻ്റെ മക്കൾ 2 പേരും ആസുരിക സ്വഭാവമുള്ളവരായി പോകും. സന്ധ്യാസമയത്ത് നല്ലത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അതുകൊണ്ട് ഇപ്പം വേണ്ടാന്ന് പറഞ്ഞ് അതൊക്കെ ഇട്ടില്ല. കാര്യം കഴിഞ്ഞപ്പം ദിതിദേവിക്ക് പശ്ചാത്താപം ഉണ്ടായി, വിഷമം ഉണ്ടായി, കുറേ കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, അങ്ങനെ ചെയ്യണ്ടായിരുന്നു, ഇനി എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി, വിഷമിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, വിഷമിക്കണ്ട, ഇവരിങ്ങനെ ദുഷ്ടന്മാരും ഒക്കെ ആയിരിക്കും, ആസുരിക സ്വഭാവമുള്ളവരായിരിക്കും, ഇവരെയൊക്കെ വെല്ലുന്ന ഒരു നല്ല ഉത്തമനായ പുത്രൻ ആർക്കുണ്ടാകും, മൂത്ത മകനിലുണ്ടാവും. ആ പ്രഹ്ലാദൻ, ഹിരണ്യകശിപുവിന് ഒരു മൂത്ത മകനുണ്ടാകും. ആ മകൻ ഇതിനെല്ലാം കേടുപാട് തീർത്ത് ശ്രേഷ്ഠനായ പുത്രനായി ജനിക്കും. അപ്പോൾ ഇതെല്ലാം മാറിക്കൊള്ളും, അവൻ കുലത്തിന് ശ്രേഷ്ഠതയൊക്കെ വരുത്തിക്കൊള്ളും, ഇപ്പം വന്ന പോരായ്മയൊക്കെ അന്ന് മാറിക്കൊള്ളും എന്ന് പറഞ്ഞ് ദേവിയെ സമാധാനിപ്പിച്ചു. അങ്ങനെ ആ കഥയാണ് ഇവിടെ ഈ ഒരൊറ്റ 2 വാക്കുകൊണ്ട് അവർ പറഞ്ഞു തീർത്തത്. മേൽപ്പത്തോജി സന്ധ്യാസമുൽപാദന കഷ്ടചേഷ്ടവും, സമുൽപാദന 2 വാക്കേ ഉള്ളൂ, സന്ധ്യാസമുൽപാദന അത് ഒരു വാക്കായിട്ട് പറയാം. സന്ധ്യാസമുൽപാദനം എന്ന ഒറ്റ വാക്ക്, ആ ഒരു വാക്കിൽ അത് പറഞ്ഞു തീർത്തു. അപ്പോൾ ആ സന്ധ്യയ്ക്കുണ്ടായ കുട്ടികളാണ് ഈ 2 കുട്ടികൾ, ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും. അത് അടുത്ത ശ്ലോകത്തിൽ പറയും. അപ്പോൾ ഈ സന്ധ്യാസമയത്ത് ദുഷ്ടന്മാരായ അയ്യോ കഷ്ടം 2 ദുഷ്ടന്മാരായ അസുര സ്വഭാവത്തോടു കൂടിയ 2 ഇരട്ടപ്പിള്ളേരുണ്ടായി എന്നാണ് ഇവിടെ പറയുന്നത്. ത്വദീയ അങ്ങയുടെ ഭൃത്യൗ അഥ അനന്തരം അങ്ങയുടെ ഭൃത്യന്മാരായ 2 പേര് ആരൊക്കെയാ, ജയവിജയന്മാർ. കാശ്യപാത് തൗ സുരാരി വീരാ ഉദിതൗ, വീരന്മാരായ സുരാരികൾ, സുരന്മാർ ദേവന്മാർ, അരികൾ എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ, ദേവന്മാരുടെ ശത്രുക്കൾ അസുരന്മാർ. അപ്പോൾ ആസുരിക സ്വഭാവമുള്ള വീരന്മാരായ 2 പേര് ദിതിയിൽ എന്നാണത്. ദിതിയിൽ ആ 2 പേര് ജനിച്ചു എന്നുള്ളതിൻ്റെ വാക്കേതാ, ഉൽപ്പാദിപ്പിച്ചു. 2 മക്കൾ, ഇരട്ടകളായിട്ട് 2 മക്കൾ ഉണ്ടായി. എന്നിട്ടോ അവരോ യമൗജ, യമൗ എന്ന് പറഞ്ഞാൽ, യമം എന്നുള്ള വാക്കിന് കുറേ അർത്ഥമുണ്ട്. ഒന്ന് നമ്മുടെ കാലൻ എന്നർത്ഥം. ഇവിടെ യമം എന്ന് പറഞ്ഞാൽ ട്വിൻസ്, ഇരട്ടകളുണ്ടായത്. എക്സാമ്പിൾ നമ്മുടെ അശ്വിനി ദേവന്മാർ, അവർ ഇരട്ടകളല്ലേ, അപ്പോൾ അവരെ എങ്ങനെ പറയുക, അശ്വിനി ദേവന്മാർ. അതുപോലെ ഇവിടെ 2 ഇരട്ട കുട്ടികളുണ്ടായി. ആ ഇരട്ട കുട്ടികൾ, ആ ട്വിൻസ്, ആദ്യത്തെ യമൻ എന്ന് പറഞ്ഞാൽ ഇരട്ട എന്നുള്ള അർത്ഥവും, രണ്ടാമത്തെ യമ ഇവ അന്യവും. അന്യം എന്ന് പറഞ്ഞാൽ മറ്റേ യമൻ. ഏതമൻ? കാലൻ അല്ലേ, നമ്മളെയൊക്കെ സമയത്തൊക്കെ മരണം നടത്തിക്കുന്ന ആ ധർമ്മദേവനാണ് മറ്റേ ഇത്. അപ്പം മറ്റേ യമനും. അപ്പം ഒരയമൻ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല അല്ലേ. അപ്പം 2 യമന്മാരുണ്ടായി ഒരേപോലെ എന്ന് ആദ്യത്തെ ശ്ലോകം. ത്വദീയ ഭൃത്യൗ അഥയാണ് ഭൃത്യാവധ, വായായി മാറിയത്. ഔ പ്ലസ് ആവെന്ന പദം അഥയായി മാറി, വായായിട്ട് മാറി. അങ്ങനെ ത്വദീയ ഭൃത്യാവധ കാശ്യപാത്തൗ, കാശ്യപാത്തൗ സുരന്മാരുടെ ശത്രുക്കൾ, വീരന്മാരായിരുന്നു അവർ. ഉദിതൗ ജനിച്ചു.
ദിദൗ എന്ന് പറഞ്ഞാൽ ദിതിയിൽ, ദൗ എന്ന് പറഞ്ഞാൽ 2 പേര്. സന്ധ്യാസമുൽപാദന കഷ്ടചേഷ്ടവും, സന്ധ്യയ്ക്ക് ഉൽപാദനം ചെയ്തവരാണ്. അതുകൊണ്ട് അവർ ദുഷ്ടന്മാരും. കഷ്ടം എന്ന് പറഞ്ഞാൽ കഷ്ടതകളെന്ന് പറഞ്ഞാൽ ദുഷ്ടപ്രവർത്തികൾ ചെയ്യുന്നവരും. ചേഷ്ട എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, ചേഷ്ടയുടെ വാക്കാണ് പ്രവൃത്തി. കഷ്ടചേഷ്ട എന്ന് പറഞ്ഞാൽ ദുഷ്ടപ്രവർത്തികൾ ചെയ്യുന്നവരായിട്ട്. യമൗച, യമന്മാർ, ട്വിൻസ്, ഇരട്ടകൾ. എന്തിനാ അവരുണ്ടായപ്പോൾ അവരെന്താ ചെയ്യുന്നത്? ലോകസ്യ യമ, ഈ ലോകത്തിന് നന്മയ്ക്ക് വേണ്ടിയല്ല, ലോകത്തെ ബുദ്ധിമുട്ടിക്കാനും കഷ്ടപ്പെടുത്താനും വേണ്ടി ആണിവരുണ്ടായിരിക്കുന്നത്. യമ ഇവ അന്യവും, മറ്റേ യമനെ പോലെ ലോകനാശത്തിനായിട്ട് ഉണ്ടായിരിക്കും അല്ലേ. യമന് ധർമ്മദേവൻ്റെ ജോലി എന്താ? മരണം, നാശമല്ലേ. ലോകത്തിൻ്റെ നാശത്തിനായിട്ട് ഇങ്ങനെ 2 മക്കൾ ഉണ്ടായി. അതാണ് ആ ശ്ലോകം. ത്വദീയ ഭൃത്യാവത കാശ്യപാത്തൗ സുരാരിവീരാവുദിതൗ ദൗ ഉദിതൗ ദിതൗ ദ്വൗ. സുരാരിവീരാ ഉദിതൗ ദിതൗ ദ്വൗ സന്ധ്യാസമുൽപാദന കഷ്ടചേഷ്ടൗ യമൗ ച ലോകസ്യ യമാവിവാന്യൗ. അതിൻ്റെ അർത്ഥം, അതിനുശേഷം, അതായത് അനന്തരം, ആ ഭൃത്യന്മാർ 2 പേരും, ഈ ജയനും വിജയനും, കശ്യപ പ്രജാപതിയുടെയും ദിതിദേവിയുടെയും മക്കളായി സന്ധ്യാസമയത്ത് ജന്മം കൊണ്ടതിനാൽ ദുഷ്ടവ്യാപാരികളായി, പ്രപഞ്ചനാശകന്മാരായി, ഒരേ ഗർഭത്തിൽ നിന്നും 2 അസുരശ്രേഷ്ഠന്മാരായി 2 യമന്മാരെ പോലെ ജനിച്ചു എന്ന് അർത്ഥം. അടുത്ത ശ്ലോകം. ഹിരണ്യപൂർവ കശുപൂക്കിലൈകഃ പരോ ഹിരണ്യാക്ഷ ഇതി പ്രതീതഃ ഉഭൗ ഭവന്നാഥമശേഷലോകം രുഷാന്യരുന്ധാം നിജവാസനാന്തൗ. ഹിരണ്യപൂർവഃ, പൂർവൻ, ഒന്നാമത്തവൻ, ആദ്യത്തേവൻ, ഒന്നാമൻ. കശുപു, കശുപു എന്ന പേരാണ്. ഹിരണ്യനെന്ന് മുൻപിൽ ഒരു പ്രിഫിക്സ് കൊടുത്തിട്ടുണ്ട്. ഹിരണ്യൻ എന്ന് മുമ്പിൽ പ്രിഫിക്സുള്ള കശുപുവും ഒന്നാമൻ. ഹിരണ്യനെന്ന് മുൻപിൽ പേരുള്ള കശുപുവും കില ഏക, ഒന്നാമനാകട്ടെ എന്ന്. ഏക എന്ന് പറഞ്ഞാൽ 1, കില എന്ന് പറഞ്ഞാൽ ആകട്ടെ, ഒന്നാമനാകട്ടെ. ഹിരണ്യൻ എന്ന് മുൻപിൽ, ഹിരണ്യ എന്ന വാക്ക് മുമ്പിലുള്ളവനായ കശുപുവും പരോ എന്ന് പറഞ്ഞാൽ മറ്റവൻ, മറ്റേത്, ഹിരണ്യാക്ഷനും. ഹിരണ്യം എന്ന് പറഞ്ഞാൽ തന്നെ സ്വർണം എന്നർത്ഥം. അപ്പോൾ സ്വർണം, അക്ഷം, കണ്ണ്. ഹിരണ്യാക്ഷൻ, നല്ല ചുവന്ന കണ്ണായിരിക്കും. കാരണം ദുഷ്ടന്മാരാണല്ലോ, അപ്പം ചുവന്ന ക്രോധമുള്ളത് കൊണ്ട് ചുവന്ന കണ്ണായിരിക്കും. ഹിരണ്യാക്ഷന്, ഹിരണ്യകശിപുവും. ഈ ഇതി പ്രതീതഃ, ഇങ്ങനെ പറയപ്പെടുന്നു. ഹിരണ്യാക്ഷനെന്നും ഹിരണ്യകശിപു എന്നും പറയപ്പെടുന്നു. ഇവിടെ ഈ കശിപു എന്ന് പറഞ്ഞാൽ മെത്തെന്ന് എന്തൊക്കെ അർത്ഥമുണ്ട്, കുറേ അർത്ഥങ്ങളുണ്ട്. അത് നമുക്ക് ആസുരീക ശക്തിയിൽ, ആസുരീക സ്വഭാവം എന്നർത്ഥം കശിപു എന്ന് പറഞ്ഞാൽ. അപ്പം ഈ ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും എന്ന് പേരോടുകൂടിയ 2 ഉഭൗ എന്ന് പറഞ്ഞാൽ 2ഉം ഭവന്നാഥമശേഷലോകം, അങ്ങ് നാഥനായിരിക്കുന്ന ലോകം മുഴുവൻ. ആരാ ആ നാഥന്? ലോകത്തിൻ്റെ മുഴുവൻ നാഥൻ ആരാ? ഭഗവാൻ മഹാവിഷ്ണു. അപ്പോൾ അങ്ങ് തന്നെ നാഥനായിരിക്കുന്ന ആ ലോകം മുഴുവനും രുഷാനെരുന്ധാം. രുഷ
രുഷം ദ്വേഷം അല്ലെങ്കിൽ ക്രോധം അല്ലെങ്കിൽ കോപം. ആ കോപത്താൽ നിജവാസന അന്ധവും. അപ്പോൾ നിജവാസന എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ വാസന കൊണ്ട് അന്ധന്മാരായി തീർന്നു. എന്നിട്ട് എന്താ ചെയ്ത? നിരുന്താം, നിതരാം രുന്ത എന്ന് പറഞ്ഞാലോ ആ ഭഗവാന്റെ ലോകത്തിലുള്ള ആൾക്കാരെ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി, ശ്വാസം മുട്ടിക്കാൻ തുടങ്ങി എന്നർത്ഥം. അവരുടെ കുറ്റാണോ? അല്ല, അവരുടെ സ്വഭാവമാണ്. എന്ത് ആക്ച്വലി സ്വഭാവം എന്താണ് അവരുടെ? ഭഗവാനോട് എതിർക്കുക, അല്ലെ ഭഗവാനെ എതിർക്കുക, ഭഗവാനെ ശത്രുവായിരിക്കുക. ശത്രുക്കളായിട്ടാണ് അവർക്ക് ഇത് കൊടുത്തത്. അപ്പം ഭഗവാനെ ശത്രുത അല്ലെങ്കിൽ ഭഗവാനോടുള്ള ശത്രുതയാണ് അവരുടെ, അല്ലെ ഭഗവാനെ എതിർക്കുക എന്ന കർമ്മമാണ്. അതാണ് അവരുടെ വാസന. ആ വാസന കൊണ്ട്, ആ വാസനാബലത്താൽ, അവരുടെ ആ വാസനാബലത്താൽ അന്ധരായിപ്പോയി എന്ന് പറഞ്ഞാൽ അവർക്ക് കണ്ണ് കാണാൻ മേലാത്തവരെ. കണ്ണ് പൊട്ടിപ്പോയി എന്നാണോ? അല്ല, അവർക്ക് കണ്ണ് കാണാൻ മേലാതെ അവരെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്നു. അപ്പം ലോകത്തെ മുഴുവനും ശ്വാസം മുട്ടിപ്പിച്ചു അവരെ, ഭഗവാനെ എതിർത്തു എന്ന് അർത്ഥം. അപ്പം മുൻപ് എന്ന് പറഞ്ഞാൽ കശിപു എന്ന പേര്, അതിന് മുൻപ് എന്നർത്ഥം. കശിപുവിന് മുൻപ് ഹിരണ്യൻ എന്ന പേരോടുകൂടി ഒരുവനാകട്ടെ എന്നാണ്. ഏക എന്ന് പറഞ്ഞാൽ ഒന്ന്, കില ഏക കിലൈക, ഒന്നാമനാകട്ടെ. ഹിരണ്യൻ എന്ന് മുൻപ് ഒരു പ്രിഫിക്സാണത്, അത് കൊടുത്ത ഒരു കശിപുവും മറ്റവൻ ഹിരണ്യാക്ഷനും എന്ന് പറയപ്പെടുന്നു. രണ്ടുപേരും അങ്ങ് നാഥനായിരിക്കുന്ന ലോകത്തെ മുഴുവനും അവർ ശ്വാസം മുട്ടിച്ചു എന്നാണ് പറയുന്നത്. നിരുന്താം, അവരുടെ വാസന ബലം കൊണ്ട് അവർ ബുദ്ധിമുട്ടിച്ചു, ലോകത്തെ മുഴുവനും ദുരിതം വിതച്ചു അല്ലെങ്കിൽ ബുദ്ധിമുട്ടിച്ചു. ഹിരണ്യപൂർവ കശിപുഃഖിലൈക പരോ ഹിരണ്യാക്ഷൈതി പ്രതീതഃ ഉപൗഭവന്നാഥമശേഷലോകം രുഷാനിരുന്ധാം നിജവാസനാന്തൗ. അതായത് ഇവർക്ക് ജയവിജയന്മാർക്ക് ശാപം കിട്ടിയതാണ്. ഈ ജയവിജയന്മാർക്ക് 3 ജന്മം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഭഗവാനോട് എന്തുകൊണ്ടാണ് ദേഷ്യം വരേണ്ടത്? ഭഗവാനോട് ദേഷ്യം വരാൻ വേണ്ടി ഭഗവാൻ തന്നെ അവർക്ക് 3 ജന്മം കൊടുത്തു. 3 ജന്മം നിങ്ങൾ അസുരന്മാരായി ജീവിച്ചിട്ട് 3ാമത്തെ ജന്മത്തിൽ നിങ്ങൾ എന്നോട് വന്ന് ചേരും എന്നാണ് കൊടുത്തിരിക്കുന്ന ശാപം. എന്താ ഇവർ ചോദിച്ചത്? ഹരിസ്മൃതി ഉണ്ടായിരിക്കണം എന്ന്. അപ്പോൾ ഹരിസ്മൃതി ഉണ്ടാകണേ സ്നേഹത്തോടെ ഇരുന്നാമം ചോദിച്ചുകൊണ്ടിരുന്നാൽ ഉണ്ടാവുമോ? ഇല്ല. അതിനാണ് ശത്രുഭാവം ഭഗവാൻ അവർക്ക് തഥാസ്തു എന്ന് പറഞ്ഞങ്ങാനും കൊടുത്തു. അപ്പം ആ ശത്രുഭാവത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ശത്രുഭാവം ഭഗവാൻ കൊടുത്തു. എന്നിട്ട് അപ്പം ഹിരണ്യാക്ഷൻ എന്ന് ഹിരണ്യകശിപു എന്ന് പേരുള്ള 2 പേരും ഉണ്ടായി. അവർ ഭഗവാന്റെ തന്നെ ലോകത്തെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഉഭൗ ഭവന്നാഥമശേഷലോകം രുഷാനിരുന്താ നിജവാസനന്ത. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ജയവിജയന്മാർ ആദ്യത്തെ അസുരജന്മത്തിൽ ഹിരണ്യകശിപുവുമായി ജനിച്ചു. അപ്പോൾ ആരാണ്? ഭഗവാന്റെ കയ്യാലാണ് മരിച്ചത്. പിന്നീട് രാവണനും കുംഭകർണനുമായിട്ട് ജന്മമെടുത്തു. അതും ഇതായിരുന്നു, അല്ലേ? അസുരിക സ്വഭാവത്തോടു കൂടി. അന്നേരം ആരാണ്? ശ്രീരാമനായിട്ട് അവതാരം എടുത്ത് അവരെ കൊന്നു. പിന്നീട് 3ാമത്തെ ജന്മമാണ് ഈ ഇപ്പം വന്ന ശിശുപാലനും പിന്നെ ആ ദന്തവക്ത്രനും. ഭാരത യുദ്ധത്തിൽ, അല്ലേ? ശിശുപാലനും ദന്തവക്ത്രനുമായിട്ടാണ് 3ാമത്തെ ജന്മം എടുത്തത്. ആ 3ാമത്തെ ജന്മത്തിലും ശ്രീകൃഷ്ണൻ തന്നെ അവതാരം എടുത്തു വന്നാണ് അവരെ കൊന്നത്. അപ്പോൾ 3 ജന്മത്തിലും ഭഗവാന്റെ കയ്യാൽ മരിച്ചതുകൊണ്ട് അവർക്ക് 3ാം ജന്മത്തിൽ മോക്ഷവും കിട്ടി, ഭഗവാനോടുകൂടി തന്നെ ചേർന്നു. എന്തുകൊണ്ടാണ്? ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ട് ജീവിച്ചതുകൊണ്ട്. അതുകൊണ്ട് അവർക്ക് മോക്ഷവും കിട്ടി, ഇനിയൊരു ജന്മം ഇല്ല താനും. അതാണ് കഥ. അത് ഇവിടെ ഒരു ചെറിയ ശ്ലോകം കൂടെ ഭാഗവതത്തിൽ വിവരിച്ച് പറയുന്നുണ്ട്. ഭാഗവതം പഠിക്കുമ്പോൾ നമുക്കത് ശരിക്കും കാണാം. ഹിരണ്യപൂർവ കശിപുഃഖിലൈക
പരോ ഹിരണ്യാക്ഷ ഇതി പ്രതീതഃ ഉഭൗ ഭവന്നാഥമശേഷലോകം രുഷാനിരുന്ധാം നിജവാസനാന്തൗ. അവരിൽ ജ്യേഷ്ഠൻ ഹിരണ്യകശിപു എന്ന പേരിലും അനുജൻ ഹിരണ്യാക്ഷൻ എന്ന പേരിലും കുപ്രസിദ്ധരായി തീർന്നു. അപ്പോൾ അസുര സ്വഭാവമുള്ളവരൊക്കെ നല്ല പ്രവൃത്തി ശ്രേയസ് ഉണ്ടാവുമോ? ഇല്ല, അവർ കുപ്രസിദ്ധന്മാരായി തീർന്നു. അവർ രണ്ടുപേരും അസുര സംബന്ധിയായ സ്വഭാവം കാരണം മൂഢന്മാരായി അങ്ങാകുന്ന നാഥനോട് കൂടിയിരിക്കുന്ന സകല പ്രപഞ്ചവാസി ജനത്തെയും ക്രുദ്ധരായി പീഡിപ്പിച്ചു. ദേഷ്യം കൊണ്ട് ഭഗവാനുള്ള ശത്രുത മുഴുവൻ ഭഗവാന്റേത് ലോകത്തോട് തീർത്തു എന്ന അർത്ഥം. അടുത്ത ശ്ലോകം തയോർഹിരണ്യാക്ഷ മഹാസുരേന്ദ്രോ രണായ ധാവന്നനവാപ്തവൈരീ ഭവത്പ്രിയാഷ്മാം സലിലേ നിമജ്യ ചചാരഗർവാദ്വിനദൻ ഗതാവാൻ. തയോഹോ അവരിൽ ഹിരണ്യാക്ഷൻ മഹാസുരേന്ദ്രനായ ഒരുവൻ. മഹാസുരേന്ദ്രൻ എന്ന് പറഞ്ഞാലോ മഹാസുരേന്ദ്രനായ ഹിരണ്യാക്ഷൻ രണായ ധാവന്, രണം യുദ്ധം. അപ്പം അവരിൽ മൂത്തവനായ മഹാസുരേന്ദ്രനായ മൂത്തവൻ ഹിരണ്യാക്ഷൻ രണായ ധാവന് യുദ്ധത്തിനായിക്കൊണ്ട് ഓടി നടന്നു. അനവാപ്ത വൈരി, വൈരി എന്ന് പറഞ്ഞാൽ ശത്രു. അനവാപ്തം, അവാപ്തം എന്ന് പറഞ്ഞാൽ പ്രാപിക്കുക, അനവാപ്തം എന്ന് പറഞ്ഞാൽ പ്രാപിക്കാതിരിക്കുക. പക്ഷേ വൈരി ശത്രുക്കളെ നോക്കി നടന്നിട്ട് യുദ്ധം ചെയ്യാൻ ആരെയും കിട്ടിയോ? കിട്ടിയതേയില്ല, ആരെയും കിട്ടിയില്ല. അതാണ് അനവാപ്ത വൈരി, വൈരിയെ കിട്ടിയില്ല. അപ്പോഴോ ഭവത് പ്രിയാഷ്മാം, ഷ്മാം എന്ന് പറഞ്ഞാൽ ക്ഷമയുള്ളവൾ, ക്ഷമാസ്വരൂപിണി. അപ്പോൾ എന്താ എന്നിട്ട് ചെയ്തത്? ഭവത് പ്രിയാം, അങ്ങയുടെ തന്നെ പ്രിയയായ ഷ്മാം ഭൂമിദേവിയെ സലിലേ നിമജ്യ, സലിലം വെള്ളം, വെള്ളത്തിൽ നിമജ്യ മുക്കിയിട്ട്, അല്ലെങ്കിൽ വെള്ളത്തിൽ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചു ഭൂമിദേവിയെ. നമുക്ക് ഭാഗവതം ഇതിലും മഹാഭാരതത്തിലൊക്കെ കാണാതെ ഇതായിട്ട്. അപ്പം വെള്ളത്തിൽ കൊണ്ട് മുക്കി വെച്ചു കാണാതെ. ഭഗവാന്റെ പ്രിയയായ, അല്ലെങ്കിൽ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവളായ ഭൂമിദേവിയെ വെള്ളത്തിൽ കൊണ്ട് മുക്കി വെച്ചു. എന്നിട്ടോ ചചാര ഗർവാദ്, ഗർവാദ് അഹങ്കാരത്തോടുകൂടി ചചാര സഞ്ചരിച്ചു. ഭയങ്കര ഗർവ അഹങ്കാരത്തോടുകൂടി സഞ്ചരിച്ചു. ചുമ്മാ സഞ്ചരിച്ചേ ഉള്ളോ? വിനദൻ, വിനദൻ, ഗർവാദ് വിനദൻ. ആ രണ്ട് വാക്ക് ദ പ്ലസ് വി വന്നപ്പോൾ ദ്വി ആയി മാറി. ഗർവത്തോടുകൂടി അഹങ്കാരത്തോടുകൂടി അട്ടഹസിച്ചുകൊണ്ട്. വിനദൻ, നാദം എന്ന് പറഞ്ഞ ശബ്ദം, വിനദൻ എന്ന് പറഞ്ഞ വിശേഷണ ശബ്ദം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ എന്താ? അട്ടഹസിച്ചു. അട്ടഹസിച്ചുകൊണ്ട് ഗതാവാൻ, ഗതയും പിടിച്ചുകൊണ്ട്. അപ്പോൾ ധർമ്മദേവനൊരു ഗതയൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഗതയൊക്കെ പിടിച്ചുകൊണ്ട്, ഗതയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ലോകം മുഴുവൻ സഞ്ചരിച്ചു. ഗർവത്തോടുകൂടി അട്ടഹസിച്ചുകൊണ്ട് സഞ്ചരിച്ചു. ഭൂമിദേവിയെ കൊണ്ട് വെള്ളത്തിൽ വെച്ചിട്ട്. ഇവർക്ക് യുദ്ധം ചെയ്യണം മൂത്തവന്. ആ യുദ്ധം ചെയ്യണേ, അതിനൊരു കാരണം വേണ്ടേ? അപ്പോൾ ഭഗവാൻ ഇഷ്ടപ്പെട്ട പ്രിയ ഭൂമിദേവി, നമ്മൾ ഭഗവാന്റെ ഭാര്യയാണ് ഭൂമിദേവി എന്ന് പറയൂലേ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കാല് ഭൂമിയിലേക്ക് വെക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കും, സമുദ്രേ വസനേ ദേവി പർവ്വതസ്തന മണ്ഡിതേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്ന് പറഞ്ഞാൽ സമുദ്രവസനേ ദേവി, സമുദ്രം വസനമായിട്ടുള്ളവൾ. വസനം എന്ന് പറഞ്ഞാലോ വസ്ത്രം, സമുദ്രം വസ്ത്രമായിട്ട് ധരിച്ചിരിക്കുന്നവളും. പിന്നെ പർവ്വത സ്തനമണ്ഡിതേ, പർവ്വതങ്ങളെ സ്തനങ്ങളാക്കി അലങ്കരിച്ചിരിക്കുന്നവളും. ദേവിയുടെ സ്തനങ്ങളെല്ലാം പർവ്വതമാണെന്നാണ് പറഞ്ഞത്. പർവ്വതങ്ങളെ പോലെയുള്ള സ്തനങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നവളും. വിഷ്ണു പത്നി നമസ്തുപ്പം, മഹാവിഷ്ണുവിൻ്റെ പത്നിയായ അല്ലയോ ദേവി, അങ്ങയെ ഞങ്ങൾ നമിക്കുന്നു. നമഃ തുഭ്യം, അങ്ങയെ നമിക്കുന്നു. പാദസ്പർശം ക്ഷമസുമേ, ഞാൻ പാദം കാല് താഴെ വയ്ക്കാൻ പോകുവാണ്, എന്നോട് ക്ഷമിക്കണം. ചവിട്ടാൻ പോകുമല്ലേ ഭൂമിദേവിയെ, അപ്പം എന്നോട് ക്ഷമിക്കണേ എന്ന് പറയുന്നു.
സമുദ്രവസനേ ദേവി പർവ്വതസ്തന മണ്ഡിതേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. ഞാൻ പാദം വയ്ക്കാൻ പോവുകയാണ്, എന്നോട് ക്ഷമിക്കണം. അപ്പോൾ അതിൽ നിന്ന് എന്തിനാണ് മഹാവിഷ്ണുവിൻ്റെ പത്നിയാണ് ഭൂമിദേവി എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. അപ്പം മഹാവിഷ്ണുവിൻ്റെ പ്രിയയായ ഭൂമിദേവി എടുത്തുകൊണ്ട് വിളിച്ചു വെച്ചു. എന്നിട്ട് എന്തുണ്ടായി? അപ്പോൾ ഈ ശ്ലോകം തയോർ ഹിരണ്യാക്ഷ മഹാസുരേന്ദ്രോരണായ ധാവൻ അനവാപ്ത വൈരി. ധാവൻ എന്ന് പറഞ്ഞാൽ ഓടി നടന്നു, എല്ലായിടത്തും ഓടി നടന്നു, ആരെയാണ് യുദ്ധം ചെയ്യാൻ കിട്ടുന്നതെന്ന് ഓർത്ത്. എന്നിട്ടോ അനവാപ്ത വൈരികളെ ആരെയും കിട്ടിയുമില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഭവത് പ്രിയാം ഷ്മാം ക്ഷമയോടുകൂടിയ സ്വരൂപിണിയായ ആ ദേവിയെ, ഭൂമിദേവിയാണ്, ക്ഷമയുടെ പര്യായമാണ് ഭൂമിദേവി. സലിലേ നിമജ്യ ചചാരതു ഗർവാദ് വിനദൻ ഗതാവാൻ. അപ്പോൾ നിമജ്യ എന്ന് പറഞ്ഞാൽ മുക്കിയിട്ട് മുങ്ങി വെള്ളത്തിൽ കൊണ്ട് വെച്ചിട്ട് ചചാര സഞ്ചരിച്ചു, ഗർവാദ് ഗർവത്തോടുകൂടി, ഗതയും ധരിച്ചുകൊണ്ട് ലോകത്തിൽ. അപ്പോൾ അവരിൽ ഹിരണ്യാക്ഷൻ എന്ന അസുരേന്ദ്രനായ ഹിരണ്യാക്ഷൻ യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് ഓരോ ദിക്കുകളിൽ പോയിട്ട് എല്ലായിടത്തും ചുറ്റി നടന്നിട്ട് എവിടെയും തനിക്ക് തുല്യനായ ശത്രുവിനെ കിട്ടാത്തതുകൊണ്ട് അങ്ങയുടെ പ്രിയായിരിക്കുന്ന ഭൂമിദേവിയെ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് അഹങ്കാരത്തോടുകൂടി സിംഹനാദം മുഴക്കി ഗദയും തോളിലേറ്റി നടന്നു എന്ന് ഈ ശ്ലോകം. അടുത്ത ശ്ലോകം തതോ ജലേശാത് സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമഗവേഷയം സ്ത്വം ഭക്തൈകദൃശ്യ സകൃപാനിധേ ത്വം നിരുന്ധിരോഗാൻ മരുതാലയേശാം. തതോ ജലേശാത് തതഃ അനന്തരം ജലേശാത്. ജലേശൻ ആരാ? ജലേശൻ വരുണദേവൻ, ജലത്തിൻ്റെ ദേവൻ. വരുണദേവനിൽ നിന്ന്, അതാണ് ജലേശാത്, വരുണദേവനിൽ നിന്ന് സദൃശം ഭവന്തം നിശമ്യ, വരുണദേവൻ്റെ അടുത്ത് ചെന്ന് കാണും. അപ്പോൾ വരുണദേവൻ എന്ത് പറഞ്ഞു? നിനക്ക് തുല്യനായിട്ട് ആരുമില്ല ഭൂമിയിൽ, മഹാവിഷ്ണു മാത്രമേ ഉള്ളൂ. അപ്പം അത് പറഞ്ഞു കൊടുത്ത് കാണും വരുണദേവൻ. അതുകൊണ്ടായിരിക്കും വരുണദേവനിൽ നിന്ന് അറിഞ്ഞ് നിനക്ക് തുല്യനായിട്ട് മഹാവിഷ്ണു മാത്രമേ ഉള്ളൂ എന്ന കഥ വരുണദേവനിൽ നിന്നും നിശമ്യ കേട്ടിട്ട്, വരുണദേവനിൽ നിന്നും കേട്ടിട്ട് ഭ്രമിച്ചു എന്ന് പറഞ്ഞാലോ, ചുറ്റി നടന്നു. ഗവേഷണം ചെയ്യുന്നവനായിട്ട് ത്വാം അങ്ങയെ തപ്പി. അപ്പോൾ ഭഗവാനെ തപ്പി ഇവൻ ലോകം മുഴുവനും ഭ്രമിച്ച് നടന്നു, ചുറ്റിക്കറങ്ങി നടക്കുക. എവിടെയാണ് ഭഗവാനുള്ളതെന്ന് കാണാൻ പറ്റുമോ ഭഗവാനെ? ഈ നടക്കുന്നതോ ഇതോടുകൂടിയും ബഹിർമുഖനായിട്ടാണ് ഭഗവാനെ കാണാൻ നടക്കുന്നത്. ഭഗവാൻ എവിടെയാണ് ഇരിക്കുന്നത്? അവനവൻ്റെ ഈ ഇവന്മാരുടെ മനസ്സിൽ തന്നെ, ഉള്ളിൽ തന്നെ ഭഗവാനുണ്ട്. പക്ഷേ കാണാനുള്ള ബുദ്ധിയില്ല. അപ്പോൾ ഭഗവാൻ ഇരിക്കുന്ന സ്ഥലം തിരക്കി ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങുവാണ്. കിട്ടുമോ? ഇല്ല. അപ്പോൾ ഭഗവാൻ എവിടെ ഇരിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഭക്ത ഏകദൃശ്യ, ഭക്തന്മാർക്ക് മാത്രം കാണാൻ പറ്റുന്ന ആ ഭഗവാനെ കാണാൻ കിട്ടിയോ? ഇല്ല. ഭക്തന്മാർക്ക് മാത്രമേ ഭഗവാനെ കാണാൻ പറ്റുള്ളൂ. അപ്പം ഭക്ത ഏക ദൃശ്യ സ, അങ്ങനെ ഭക്തന്മാർക്ക് മാത്രം കാണാൻ പറ്റുന്നതായ സ അങ്ങ് കൃപാനിധി. അപ്പോൾ ഇയാൾക്ക് കാണാൻ കിട്ടിയില്ല ഭഗവാനെ. നമ്മൾ അന്തർമുഖരായിട്ട് നോക്കണം ഭഗവാനെ. നല്ല ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഭക്ത ഏക ദൃശ്യ, ഭക്തന്മാർക്ക് മാത്രം കാണാൻ പറ്റുന്ന ആ ഏകൻ ആയ ഭഗവാനെ കൃപാനിധി, കൃപകൾക്കെല്ലാം നിധിയായിരിക്കുന്നവനെ, കരുണാമയനായ ഭഗവാനെ അങ്ങ് നിരുന്ധി രോഗാൻ മരുതാലേശ, എൻ്റെ രോഗങ്ങളെയും കൂടി ഒന്ന് ഇല്ലാതെയാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചു. ഇനി ഇവിടെ
ഈ തിരഞ്ഞു, ഗവേഷണം ചെയ്തു. ഗവേഷണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഗവ എന്ന വാക്കിൻ്റെ അർത്ഥം പശു എന്നാണ്. അപ്പോൾ ഗവേഷയൻ എന്ന് പറഞ്ഞാലോ പശുവിനെ തിരഞ്ഞു നടക്കുന്നവനായിട്ട്, അല്ലെങ്കിൽ പശുവിനെ ഈഷണം ചെയ്യുക. ഗവേഷണം, ഗവഹ ഈഷണം ഗവേഷണം. അപ്പോൾ തിരഞ്ഞു നടക്കുന്നവനായ അങ്ങയെ, ഭഗവാനെ തിരഞ്ഞ് നടക്കുന്നവൻ, അതാണ് ഗവേഷണം. ഗവേഷയൻ ത്വാം, ഒന്നിച്ച് പറയുമ്പോൾ ഗവേഷയം സ്ത്വാം, സായുടെ സൗണ്ട് വരും അവിടെ. അതായത് അഴിച്ചുവിട്ട പശുവിനെ തിരഞ്ഞു നടക്കുന്നത് പോലെ എന്നർത്ഥം. ഭക്തൈകദൃശ്യ സകൃപാനിധിത്വം. അപ്പം എത്ര ഗവേഷണം ചെയ്താലും കിട്ടുമോ? ഇവിടെ ഗവേഷണം എന്ന് പറഞ്ഞു പശുവിനെ തിരഞ്ഞു അഴിച്ചുവിട്ട പശുവിനെ തിരഞ്ഞു നടക്കുന്നവനെ പോലെ ബഹിർമുഖനായി ഇങ്ങനെ നടന്നാൽ ഭഗവാനെ കണ്ടു കിട്ടുമോ? ഇല്ല, ഭക്തന്മാർക്ക് മാത്രമേ കാണാൻ കിട്ടുള്ളൂ. എന്നിട്ടോ ഇവിടെ ഇപ്പം നമ്മൾ ഈ ഗവേഷണം എന്ന് പറഞ്ഞത് ഇങ്ങനെ പിരിച്ചു പറഞ്ഞു. അതുപോലെ നമ്മൾ ഈ ആരെങ്കിലുമൊക്കെ മരിച്ചു പോകുമ്പം അനുശോചനം പറയില്ലേ? ശോചനം എന്ന് പറഞ്ഞാൽ ദുഃഖം. അനുശോചനം എന്ന് പറഞ്ഞാലോ കണ്ടോളൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങളുമുണ്ടെന്നർത്ഥം. അതുപോലെ മോദിപ്പിക്കുക. നിങ്ങൾ സന്തോഷിക്കുകയാണെങ്കിൽ ഞങ്ങളും കൂടെയുണ്ട്, നിങ്ങളുടെ സന്തോഷത്തിലും നിങ്ങളുടെ ദുഃഖത്തിലും ഞങ്ങൾ കൂടെയുണ്ട് എന്നാണ് അനുമോദനം എന്നൊക്കെ പറഞ്ഞാലത്തെ അർത്ഥം. അപ്പോൾ അത് പറഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചാൽ ഗവേഷണം എന്ന് പറഞ്ഞുകൊണ്ട് ഗവേഷണം ചെയ്യുക എന്ന് പറഞ്ഞപ്പം പശുവിനെ തരിക എന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞു പോയതാണ്. അപ്പോൾ തതോ ജലേശ സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമ ഗവേഷയം സ്വാം ഭക്തൈകദൃശ്യ കൃപാനിധേത്വം നിരന്ധിരോഗാൻ മരുതാലേശ. എൻ്റെ രോഗങ്ങളെയും മാറ്റിത്തരണേ അല്ലയോ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥന. അപ്പം തതോ ജലേശ സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമ ഗവേഷയം സ്വാം ഭക്തൈകദൃശ്യ കൃപാനിധേത്വം നിരുന്ധിരോഗാൻ മരുതാലയേശ. അതിനുശേഷം വരുണനെ യുദ്ധത്തിന് വിളിച്ചപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഹിരണ്യാക്ഷനോട് യുദ്ധം ചെയ്യാൻ തുല്യനായി ഈ ലോകത്തിൽ അങ്ങ് മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞ അവൻ പറയുന്നത് മുട്ടോളം വെള്ളത്തിൽ നിന്ന് അന്വേഷിച്ച് നടന്നു എന്നാണ്. അങ്ങനെയും അർത്ഥം എടുക്കുക. ഇവിടെ പശുവിനെ തിരയുന്ന പോലെ തിരഞ്ഞു നടന്നു എന്ന് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും സഞ്ചരിച്ചു. അല്ലയോ കൃപാനിധേ, ഭഗവൻ ഭക്തന്മാർക്ക് മാത്രം ദൃശ്യനായിരിക്കുന്ന അങ്ങ് എൻ്റെ എന്നെയും രോഗങ്ങളിൽ നിന്നും വിമുക്തനാക്കി തരണേ എന്ന് പ്രാർത്ഥന. തതോ ജലേശ സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമ ഗവേഷയം സ്വാം ഭക്തൈകദൃശ്യ കൃപാനിധേത്വം നിരുന്ധിരോഗാൻ മരുതാലയേശ. ഒരു പ്രാവശ്യം കൂടെ മുഴുവൻ ശ്ലോകം ഒന്ന് വായിച്ചു തരാം. ത്വദീയഭൃത്യാവത കാശ്യപാത്തൗ സുരാരിവീരാവുദിതൗ ദ്വൗ സന്ധ്യാസമുൽപാദന കഷ്ടചേഷ്ടൗ യമൗ ച ലോകസ്യ യമാവിവാന്യൗ ഹിരണ്യപൂർവ കശുപുക്കിലൈകഃ പരോ ഹിരണ്യാക്ഷ ഇതി പ്രതീതഃ ഉഭൗ ഭവന്നാഥമശേഷലോകം രുഷാനിരുന്ധാം നിജവാസനാന്തൗ തയോർഹിരണ്യാക്ഷമഹാസുരേന്ദ്രോ രണായ ധാവന്നനവാപ്തവൈരീ ഭവത്പ്രിയാഷ്മാൻ സലിലേ നിമജ്യ ചചാരഗർവാദ്വിനദൻ ഗതാവാൻ. തതോ ജലേശ സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമ ഗവേഷയം സ്വാം ഭക്തൈകദൃശ്യ കൃപാനിധേത്വം നിരുന്ധിരോഗാൻ മരുതാലയേശ. സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. അടുത്ത ക്ലാസ്സിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഹരി ഓം.